തർക്കത്തിൽ സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ ഫരീദാബാദ് ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം. സിനഡ് നിർദ്ദേശിച്ച കുർബാന പൂർണ്ണ രൂപത്തിൽ ചൊല്ലണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധവും പ്രാർത്ഥനാ യോഗവും. ആൽമായ സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, നമുക്കറിയാം ഈ കുർബാന തർക്കത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇരു വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത്? വിനീത, നമുക്കറിയാം സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം, അവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ പ്രതിഷേധവുമായി വിശ്വാസികൾ എത്തിയെങ്കിൽ സമാനമായി തന്നെ അതുപോലെ തന്നെ വ്യത്യസ്തവുമായിട്ടുള്ള പ്രതിഷേധമാണ് ദില്ലിയിലെ സിറോ മലബാർ സഭ ഫരീദാബാദ് അതിരൂപതയിലുള്ള വിശ്വാസികൾ സംഘടിപ്പിക്കുന്നത്. ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസികളുടെ ആവശ്യം. അതായത് ജനാഭിമുഖ കുർബാനയാണ് നിലവിൽ ഇവിടുത്തെ വൈദികർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് പ്രതിഷേധവുമായി വിശ്വാസികൾ രംഗത്ത്. നേരത്തെ തന്നെ കുർബാന അടക്കം മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് വിശ്വാസികൾ കടന്നിരുന്നു. ഇന്നിതാ ഇപ്പോൾ ദില്ലി ഫരീദാബാദ് ബിഷപ്പ് ഹൗസിന് മുന്നിൽ മാർ ജോർജ് ഭരണിക്കുളങ്ങരയ്ക്കെതിരെ ആ ബിഷപ്പ് ഹൗസിന് മുന്നിൽ തന്നെ പ്രതിഷേധ പ്രാർത്ഥനയും സംഘവുമായി എത്തി പ്രതിഷേധിച്ചിരിക്കുകയാണ്. നിലവിലുള്ള പ്രതിഷേധം അത് കുറച്ചുകൂടി കടുപ്പിക്കാൻ തന്നെയാണ് വിശ്വാസികളുടെ തീരുമാനം. അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുർബാന അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുമെന്ന് വിശ്വാസികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ സാഹചര്യത്തിൽ ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തുകൊണ്ടിരുന്നത്. അത് കുറച്ചുകൂടി കടുക്കുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനഡിന്റെ തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന അത് 34 അതിരൂപതകളിലും അത് പാലിക്കുന്നത് പോലെ തന്നെ ഫരീദാബാദ് അതിരൂപതയിലും പാലിക്കണമെന്നുള്ള ആവശ്യമാണ് വിശ്വാസികൾ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഫരീദാബാദ് ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടായത്. കരോൾ ബാഗിൽ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു YS അഭിനന്ദൻ. നമ്മുടെ കൊച്ചുമോളും ബാലനീലയും